എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പല്ലെടുക്കുന്നത് വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രൊസീജിയറാണോ എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് പല്ല് എന്നാൽ എന്ത് എന്നതിനെ പറ്റിയാണ്. പല്ലെന്ന് പറയുന്നത് ഒരു ബോഡിയുടെ ഓർഗണായിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ട ഒരു ബോഡി പാർട്ടാണ്. പല്ലിന് ചുറ്റും നിരവധി സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സാണുള്ളത്. പല്ലിന് ചുറ്റും നിരവധി നെർവ്സ് പാസ് ചെയ്യുന്നുണ്ട്. പല്ലിന് ചുറ്റും മസിൽസ് ഉണ്ട്. അങ്ങനെ പല്ലിരിക്കുന്നത് പോലും ഒരു ബോണി സോക്കറ്റിലാണ്. അങ്ങനെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചേഴ്സ് ചുറ്റുമുള്ള ഒരു അവയവമാണ് പല്ല് എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇനി പണ്ട് കാലങ്ങളിൽ എങ്ങനെയാണ് പല്ലെടുക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പണ്ട് കാലങ്ങളിൽ അനസ്തേഷ്യ കണ്ടുപിടിക്കുന്നതിന് മുന്നേ വളരെ നിരവധി ബുദ്ധിമുട്ട് ഏറിയൊരു പ്രൊസീജിയറായിരുന്നു ഈ പല്ലെടുക്കുക എന്ന് പറയുന്നത്. അതായത് വേദന സഹിച്ച് തന്നെയാണ് ആൾക്കാർ പല്ലെടുക്കാനായിട്ട് ഇരുന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ മാജിക് എന്ന് തന്നെ പറയാം, അനസ്തേഷ്യ കണ്ടുപിടിച്ചതിന് ശേഷം പെയിൻലെസ് എക്സ്ട്രാക്ഷൻസ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ അനസ്തേഷ്യ കൊടുക്കുന്നത് എന്നതിനെ പറ്റിയാണ് ഞാൻ ഇനി പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പല്ലെടുക്കുന്നത് മെജോറിറ്റി യൂസ് ചെയ്യുന്നത് ലോക്കൽ അനസ്തേഷ്യ തന്നെയാണ്. ഈ ലോക്കൽ അനസ്തേഷ്യ കൊടുക്കണമെങ്കിൽ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറിന് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാനിനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഓരോ പല്ല് എടുക്കുന്നതിനും അല്ലെങ്കിൽ ഓരോ പല്ലിന് അനസ്തേഷ്യ കൊടുക്കുന്നതിനും പ്രത്യേകമായിട്ടൊരു സൈറ്റ് ഉണ്ട്. ഏത് നെർവാണ് അനസ്തറ്റൈസ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് മാത്രമാണ് നമ്മൾ ഈ ലോക്കൽ അനസ്തേഷ്യ കൊടുക്കുന്നത്. ട്രൈജെമിനൽ എന്ന് പറഞ്ഞിട്ടൊരു മേജർ നെർവ് നമ്മുടെ ഹെഡ് ആൻഡ് നെക്ക് റീജിയനിലുണ്ട്. അതിൻ്റെ ഒരു 3 ബ്രാഞ്ചസ് ഉണ്ട്: ഒപ്താൽമിക്, മാക്സിലറി ആൻഡ് മാൻഡിബുലാർ. ഇതിൽ മാക്സിലറി ആൻഡ് മാൻഡിബുലാർ ബ്രാഞ്ചസിൻ്റെ സബ് ബ്രാഞ്ചസിലാണ് നമ്മൾ മെജോറിറ്റി ആയിട്ട് ലോക്കൽ അനസ്തേഷ്യ കൊടുക്കാനായിട്ട് സാധ്യതയുള്ള ഏരിയാസ്. കാരണം ഈ പറയുന്ന 2 നെർവ് പാസ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് നമ്മുടെ പല്ലുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത്, മാക്സിലറി ആൻഡ് മാൻഡിബുലാർ ഏരിയാസിൽ. അപ്പോൾ ഇതിന് തന്നെ പലതരത്തിലുള്ള സബ് ബ്രാഞ്ചസ് ഉണ്ട്. അതിന് പ്രോപ്പറായിട്ടുള്ള സൈറ്റ് ഉണ്ട്. ഈ പറയുന്ന ഏരിയാസിലാണ് നമ്മൾ ലോക്കൽ അനസ്തേഷ്യ കൊടുത്ത് ആ ഏരിയ നമ്മൾ നമ്പാക്കി വയ്ക്കുന്നത് പല്ലെടുക്കുന്നതിന് മുന്നേ. ക്ലിയർ ആയിട്ട് അനസ്തേഷ്യ കൊടുക്കണമെങ്കിൽ അപ്പോൾ നമ്മൾ ഈ നെർവ് പാസ് ചെയ്യുന്ന ബ്രാഞ്ചസിൻ്റെ പാത്വേ, ഇതിൻ്റെ ഇൻസേർഷൻ, ഏത് സൈറ്റിലാണ് കൊടുക്കേണ്ടത്, ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രൊസീജിയറാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി ഇതൊരു സിമ്പിൾ പ്രൊസീജിയറാണെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ, ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ആൾക്കാർ, ഈ അനാട്ടമിക്കൽ ലാൻഡ്മാർക്സും ഈ ലോക്കൽ അനസ്തേഷ്യ പറ്റിയൊന്നും കൂടുതലായിട്ട് പഠിക്കാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ അവരാണ് കൊടുക്കുന്നതെങ്കിൽ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഇതിലുമുണ്ട്. പക്ഷേ അത് ആസ് എ ഡോക്ടർ എന്ത് കോംപ്ലിക്കേഷൻ ഉണ്ടായാലും നമ്മൾക്കത് മാനേജ് ചെയ്യാനും പറ്റുന്നതാണ്. പക്ഷേ അറിവില്ലാത്തവർ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ അധികം പ്രോബ്ലത്തിലോട്ടായിരിക്കും പോകുന്നത്. ഇനി അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ പല്ലെടുക്കുന്നതിനും ഓരോ ടെക്നിക്കുണ്ട്. അതൊക്കെ ഡിസ്കസ് ചെയ്യുക എന്ന് പറഞ്ഞത് പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. ഇനി അതിനെ അറിയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു ഡെൻ്റൽ സ്കൂളിൽ പോയി ഡിഗ്രി എടുക്കുന്നത് തന്നെയായിരിക്കും നല്ല കാര്യമെന്നേ പറയാനുള്ളൂ. അടുത്ത ചോദ്യം, പല്ലെടുക്കുന്നത് നല്ലതാണോ എന്നുള്ളതാണ്. ഹോപ്പ്ലെസ് ടീത്ത് ഒഴികെ, ഇപ്പം എക്സ്ട്രാ വരുന്ന ടീത്തുകൾ അല്ലെങ്കിൽ വിസ്റ്റം ടീത്ത് പോലുള്ള ടീത്തുകൾ ഒഴികെ വേറെ ഏത് പല്ല് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ അതെടുക്കുന്നത് നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല. പല്ലുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്ത് തന്നെ കൊടുക്കണം. ഇനി പലപ്പോഴും ഞാൻ പല്ല് സേവ് ചെയ്യാൻ പറയുമ്പോൾ ഉള്ളൊരു ഉത്തരം ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട്: ഡോക്ടറെ, ഒരു പല്ലല്ലേ, ബാക്കി പല്ലൊക്കെ ഓക്കെ അല്ലേ, അതിനെ അങ്ങ് എടുത്ത് കളയാം. എന്നാൽ അത് വളരെ തെറ്റിദ്ധാരണ ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാനും പാടില്ല. കാരണം ഒരു പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പോലും അതിനെ ഓപ്പോസിറ്റുള്ള പല്ലുകൾ സുപ്ര എറപ്റ്റ് ചെയ്ത് ആ പല്ലുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ നമ്മൾ കടിക്കുന്ന ബൈറ്റ് രീതികളെല്ലാം മാറും. അത് ഭാവിയിലേക്ക് മറ്റുള്ള പല്ലുകളിലും പ്രശ്നമുണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കൂടാതെ നമ്മുടെ ജോയിൻറ്റിന് വരെ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ സേവ് ചെയ്യാൻ പറ്റുന്ന പല്ലാണെങ്കിൽ ഒരിക്കലും അത് എടുത്ത് കളയരുത്. അതിനെ സംരക്ഷിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ അത് ഭാവിയിൽ വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പല്ലെടുക്കുന്നത് വളരെ ചെറിയൊരു കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? ഇത് മറ്റുള്ള സർജിക്കൽ പ്രൊസീജിയറിനെ പോലെ തന്നെ വളരെ സീരിയസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് പല്ലെടുക്കുന്നതെന്ന് പറയുന്നത്. അതാരും ലാഘവത്തോടെ കാണേണ്ട ഒരു കാര്യമൊന്നുമല്ല. മാത്രമല്ല, പലരും ക്ലിനിക്കിലേക്ക് വരുമ്പോൾ പല്ലെടുക്കുന്ന സമയത്ത് മെഡിക്കൽ ഹിസ്റ്ററി ഒന്നുകിൽ പറയാതിരിക്കുകയോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വിട്ടുപോവുകയോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം ഹാർട്ട് പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആൾക്കാർ ആൻറ്റികോയാഗുലൻസ് ഒക്കെ പലപ്പോഴും കഴിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാർഡിയോളജിസ്റ്റിൻ്റെ കൺസെൻറ്റോടുകൂടി മാത്രമേ ആ പല്ലെടുക്കുന്ന പ്രൊസീജിയറിലോട്ട് പോലും നമുക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ കൂടാതെ ഡയബറ്റീസ്, പലതരത്തിലുള്ള സിസ്റ്റമിക് ഡിസീസസ്, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർ ഇതൊക്കെ പ്രോപ്പറായിട്ട് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് കൺവേ ചെയ്തിരിക്കണം. കാരണം പല്ലെടുക്കുന്നതും മറ്റുള്ള സർജറികളെ പോലെ തന്നെ ഒരു സർജിക്കൽ പ്രൊസീജിയറാണെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. ആരും അത് വളരെ സിമ്പിളായിട്ട് കണ്ട് ഒരിക്കലും പോയി ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമല്ല. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു വ്യക്തമായിട്ട് ധാരണ വന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.